ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടി ജനിച്ചതിൻ്റെ ഒരു സന്തോഷ പ്രകടനം കേട്ടോ. ആദ്യത്തേത് മോളായിരുന്നു, ആൾക്ക് 9 വയസ്സായി. ഇന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ്. നേരെ ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത്. ചെറിയ രീതിയിൽ ഫ്ലാറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ പണിയാണ് കേട്ടോ. എനിക്ക് ഡെലിവറി കഴിഞ്ഞു ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ക് പെയിൻ, അതായത് സിവിയർ ആയിട്ടുള്ളൊരു നമുക്ക് പെരടി വേദന എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഫസ്റ്റ് സി സെക്ഷൻ ആയിരുന്നു, പക്ഷേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഈ ഒരു ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിലുള്ള മൂഡിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ലായിരുന്നു. എനിക്ക് അത്രയും പെയിനായിരുന്നു. എനിക്ക് തല ഒന്ന് ഇളക്കാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതെനിക്കൊരു 1 വീക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അത് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഒരു പുതിയ പാരൻസ് ആയതിൻ്റെ ഹാപ്പിനെസ്സിനാണുള്ളത്. കാരണം ഫസ്റ്റ് ഡെലിവറിക്ക് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, എൻ്റെ ഡെലിവറി സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഹാപ്പി മൊമെൻറ്റ്സിലൊന്നും കൂടെ നിൽക്കാൻ ആൾക്ക് പറ്റിയിട്ടില്ല. സോ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ആൾ നല്ല രീതിയിൽ എന്നെ കെയർ ചെയ്തിട്ടുണ്ട്. മോനാണെങ്കിൽ അതേ രാവിലെ നന്നായി ഉറങ്ങും, രാത്രി ഇതേപോലെ കണ്ണ് മിഴിച്ചൊരൊറ്റ ഇരിപ്പാണ് ഉണ്ടാകുന്നത്. രാത്രി തുറക്കൊക്കെ ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്കും എൻ്റെ ഉമ്മാക്കും അങ്ങനെ കുട്ടിനെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും എയിമായിട്ടില്ലായിരുന്നു. ഞാൻ പോസ്റ്റ് ഡെലിവറി കെയറിന് ആഫ്റ്റർ 15 ഡേയ്സേ പോകാൻ പറ്റുള്ളായിരുന്നു. സോ അത് ഞങ്ങൾ ഫസ്റ്റത്തെ കുറച്ച് ദിവസം ഒന്ന് എന്താ പറയുക, ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടി ചെയ്തു. ഇത് ഈ വൈറ്റമിൻ D3 ഒക്കെ